കോട്ടാപ്പാടം ഗ്രാമപഞ്ചായത്തിൻ്റെ 14-ാം വാർഡിൽ നിന്ന് സ്വതന്ത്രനായിട്ട് മത്സരിച്ചാണ് ഞാൻ കോട്ടപ്പാടം പഞ്ചായത്തിലെത്തുന്നത്. കോട്ടപ്പാടം പഞ്ചായത്തിൻ്റെ ഭരണസമിതിയിൽ അന്ന് മുതൽ ഞാൻ ഉയർത്തുന്ന ഓരോ പ്രശ്നങ്ങളും അവിടെ അനുവദിക്കപ്പെടുന്ന ഫണ്ടുകൾ കൃത്യമായി വിനിയോഗിക്കപ്പെടുന്നില്ല, ആളുകളിലേക്ക് എത്തുന്നില്ല. അവിടെ മെമ്പർമാർക്ക് അതല്ലെങ്കിൽ അവിടെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾക്ക് യാതൊരുവിധ സ്വാതന്ത്ര്യവുമില്ല. അതിൽ പുറത്തുള്ള കക്ഷികളെ ഇടപെട്ടുകൊണ്ട് പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനം തടസ്സപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അതിൻ്റെ പേരിൽ എൻ്റെ വാർഡിലേക്ക് അനുവദിച്ചപ്പെട്ട ഫണ്ട് വിനിയോഗത്തിൻ്റെ ചില കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടി പഞ്ചായത്തിനകത്ത് ചെല്ലുമ്പോൾ അവിടെ മുസ്ലിം ലീഗിൻ്റെയും UDF-ൻ്റെയും നേതാക്കന്മാർ നമ്മുടെ കയ്യേറ്റം ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അതുമല്ലാതെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമ്മുടെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെല്ലാം അവർ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചോ തോറ്റോ എന്നൊന്നും നോക്കാതെ BJP-യിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഏറ്റവും നല്ല ഒരു തീരുമാനം CPM-നോട് ചേർന്ന് പ്രവർത്തിക്കുക എന്നുള്ള ബോധ്യത്തിൽ നിന്നാണ് ഞാൻ ഈ പാത സ്വീകരിച്ചിട്ടുള്ളത്. ഞാൻ ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്നെ അല്ലെങ്കിൽ എൻ്റെ നാടിനെ, എൻ്റെ വാർഡിനെ വികസനത്തിലേക്ക് കൊണ്ടുപോകുന്ന 6 സപ്പോർട്ട് ചെയ്താലും അവരുടെ പക്ഷത്തേക്ക് ചേരുന്നുണ്ട്. അത് തന്നെയാണ് നിലപാട്. നാടിൻ്റെ വികസനവും അതോടൊപ്പം തന്നെ രാജ്യത്തിൻ്റെ നിലനിൽപ്പും മതേതരത്വ കാഴ്ചപ്പാടും ആരോടൊപ്പം ഉണ്ടോ അവരോടൊപ്പം ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ CPM-ലേക്ക് വരാൻ തീരുമാനിച്ചത്. ഞാൻ ഒരു മുൻ SFI പ്രവർത്തകനാണ്. അതിലൂടെ തന്നെയാണ് രാഷ്ട്രീയം പഠിച്ചു തുടങ്ങിയതും രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയത്. താങ്കളുടെ കൂടെ മറ്റ് പ്രവർത്തകർ വന്നിട്ടുണ്ടോ? ഉണ്ട്. എൻ്റെ കൂടെ എൻ്റെ തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രവർത്തിച്ചിരുന്നവരും ഇപ്പോൾ കോൺഗ്രസ്സിൽ ഉള്ള ആളുകളും ഒട്ടനവധി പേര് വരാനുണ്ട്. അവരെ അടുത്ത ഒരു പരിപാടിയിൽ അവർ ഇതിൽ വന്നു ചേരുന്ന. അപ്പോൾ ഇനി മുതൽ ഇത്തരത്തിലുള്ളൊരു പ്രതികരണങ്ങൾ വരുമ്പോൾ പാർട്ടി കൂടെ ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസം അതുണ്ടല്ലോ, തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ പഠിച്ചിടത്തോളം CPIM അവരുടെ പാർട്ടികൾ പ്രവർത്തകർക്ക് എല്ലാവിധ പിന്തുണയും അതുപോലെ തന്നെ സംരക്ഷണം നൽകുന്ന പാർട്ടിയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചോളം കോട്ടാപ്പാടം പഞ്ചായത്ത് മുസ്ലിം ലീഗിനെ പേടിച്ച് അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. മുസ്ലിം ലീഗിൻ്റെ അടുക്കളപ്പുറത്തെ പണിക്കാരായി മാത്രം ഇവിടുത്തെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ മാറിയിട്ടുണ്ട് എന്ന് പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കാം.